രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ ഒരു ജോലിയാണ്. ചെറിയൊരു ചീര നട്ട് കുറച്ച് വലുതായി വന്ന് ചെറുങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഒരു അമര തൈയാണ്, ഇത് ഇച്ചിരി വലുതായി വരുന്നുണ്ട് ചെറുങ്ങനെ. അങ്ങനെ ചെടുത്തിട്ടുണ്ട് ചീര. അല്ല, ഇതൊരു ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ എനിക്ക് തോരൻ വയ്ക്കാനാവും. ഇത് പിന്നെ ഒരു കക്കിരിയുടെ ഇതാണ്. നമ്മുടെ നാട്ടിൽ, കണ്ണൂർ നാട്ടിൽ കക്കിരി എന്ന് പറയും, ഇവിടെ കുക്കുമ്പർ എന്ന് പറയും. ഇത് വളപ്പിൽ പറമ്പിലുണ്ടായൊരു തൈയാണ്, അതിനെ ഇതാക്കിയതാണ്. അതിൻ്റെ കൂടെ ഒരു പാവലും വളർന്നിട്ടുണ്ട്, അതിങ്ങനെ മേലോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിവിടെ പീച്ചിങ്ങാണെന്ന് പറയും അല്ലേ, പീച്ചിങ്ങാന്ന് ഇവിടെ പറയും. ഇതും ചെറിയ തൈ കിട്ടിയിട്ട് നട്ടതാണ്, ആയി വരുന്നുണ്ട്. ഇത് മേലോട്ട് ഇങ്ങനെ പടർന്ന് വരുന്നുണ്ട്. പിന്നെ എൻ്റെ കോവൽ, പഴയ കോവലാണ്, കുഞ്ഞു കുഞ്ഞു കായൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ ചൂട് സമയത്തെല്ലാം താഴെ വീണ് പോകുന്നു, ഇവിടെയൊക്കെ വരുന്നുണ്ട്. പിന്നെ പാവയ്ക്ക ഉണ്ട്, ഒരിക്കലും കുഞ്ഞു പാവയ്ക്ക വന്നത്. പിന്നെ മേലോട്ടുണ്ട് പാവയ്ക്ക വരുന്നുണ്ട്, മേലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് രാവിലെ എഴുന്നേറ്റാൽ ഇതിനൊക്കെ വെള്ളം നനക്കലും. ഇത് അവയ്ക്കാടോ എന്ന് പറയും. ഇത് അവയ്ക്കാടോ കൊണ്ടുവന്നപ്പോൾ ഞാനതിൻ്റെ കുരു എടുത്തിട്ട് ചട്ടിയിൽ നട്ടത്. ഇനി ഇത് മാറ്റി നടണം. 2 എണ്ണം കിളിച്ച് വന്നിട്ടുണ്ട്, കുറച്ച് നല്ലതായിട്ടുണ്ട് അവയ്ക്കാടോ. നോക്കാം, നമുക്ക് ഇവിടെ പറമ്പത്ത് നട്ടാൽ ഉണ്ടാവുമോ. ഇനി നല്ല കുഴിയെല്ലാം എടുത്ത് വളക്കിയിട്ടിടണം. പിന്നെ അതിനൊക്കെ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ നോക്കുള്ളൂ. ഇതൊരു നാരകമാണ്, നമ്മുടെ വെള്ളം കുടിക്കുന്ന നാരങ്ങയില്ലേ, കുഞ്ഞ് ലെമൺ. ഇവിടെയൊക്കെ ഇതൊക്കെ പയർ, ഈ നാടൻ പയറെന്ന് പറഞ്ഞത് കിളിച്ച് വന്നതാ. ഇതൊക്കെ ഇനി മാറ്റി നടണം. പിന്നെ ഇതറിയാമല്ലോ, ആഫ്രിക്കൻ മല്ലി, ഇതൊക്കെ നട്ട് ഇതാക്കി വന്നിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും വെള്ളമൊഴിച്ച് എവിടെയും ഞാൻ ചീര നട്ടിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് മറ്റേ നമ്മൾ ഈ ഇതെല്ലാം ഇടൂലേ, കമ്പോസ്റ്റ്, ഇതെല്ലാം ഇട്ടപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തക്കാളി തൈകളൊക്കെ ഇതാക്കി വന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ എടുക്കുന്ന എനിക്കൊരു മരവേണ്ട, ഇവിടെ എന്താ പറയാമെന്ന് പറഞ്ഞു, ഇവിടെ മരവേണ്ടയുടെ തൈ വന്നിട്ടുണ്ട്. അതൊരു ഉഷാറായിട്ടുണ്ട്. സാധാരണ വേണ്ട എനിക്ക് ഉഷാറാവുന്നേ ഇല്ല, എന്താ അറിഞ്ഞൂടാ. പിന്നെ ഇതെൻ്റെ സപ്പോട്ടയാണ്, ഇടയ്ക്കിടയ്ക്ക് സപ്പോട്ടയുണ്ട്. ഒരു 5-10 പറിച്ചു, 5-10 നടത്ത് ഉണ്ട്. അതിന് വലിയതാവണം, കുറച്ച് മുകളിലോട്ടും ഉണ്ട്. അതിനൊക്കെ രാവിലെയൊക്കെ വെള്ളമൊഴിച്ച്. പിന്നെ അതുപോലെ തന്നെ ഇതാ എല്ലാം തക്കാളി തൈ വേനൽക്കാലത്ത് ഉണ്ടാവത്ത്, വേനൽക്കാലത്ത് തൈ നട്ടാലും മഴക്കാലത്തേ ഉണ്ടാവുന്നൊന്നുമില്ല. തക്കാളി തൈ ആയിട്ടുണ്ട്. അതുപോലെ കണ്ട, ഇതിൻ്റെ അകത്ത് നല്ല ഉണ്ടായ ചെറിയ ചെറിയ തക്കാളി തൈ എടുത്തിട്ട് ഇവിടെ നട്ടിട്ടുണ്ട്, കിളിച്ച് വന്നതാണ്. അതുപോലെ വഴുതിനങ്ങ അതുമായിട്ടുണ്ട്, പൂ വന്നില്ല. എന്താ നാടൻ വെണ്ടയ്ക്ക, അത് എനിക്ക് വരുന്നില്ല, എന്നാലും ഇന്ന് നട്ടിട്ട് വന്നിട്ടുണ്ട്, ചെറുങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ കാന്താരി. പിന്നെ അപ്പുറത്ത് നിന്ന് കപ്പയുടെ ഈ ഇതില്ലേ, കമ്പ് കിട്ടിയായിരുന്നു, ഞാനെല്ലാം സ്വയം നട്ടതാണ്. ഇതൊക്കെ കിളിച്ച് വരുന്നുണ്ട്, ഇതൊക്കെ വെള്ളം ഒഴിച്ചെടുത്തപ്പോൾ കിളിച്ച് വരുന്നുണ്ട്. ഇത് പിന്നെ അറിയാം, നമ്മൾ മാംഗോസ്റ്റിൻ എന്ന് പറയുന്നത്, ഇത് മറ്റേ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് നട്ടതാണ്. 4 വർഷമായി ഇത്. പിന്നെ പപ്പായയുടെ തൈ, അതും അവിടെ ഇവിടെയൊക്കെ കിളിച്ച് വന്നതാണ്, അതൊക്കെ എടുത്ത് നട്ടിട്ടുണ്ട്. ഇപ്പോഴും വെള്ളം ഒഴിക്കാറുണ്ട്. അത് ആദ്യം എങ്ങനെ ഉണ്ടാവും, പിന്നെ നല്ല ഇതിൽ വരുമായിരിക്കും. ഇവിടെ കുറേ പപ്പായ തൈ നട്ടിട്ടുണ്ട്. ഓക്കെ ആയിട്ട് ഇവിടെയൊക്കെ വെള്ളമൊഴിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുള്ളൂ. ഇതെനിക്ക് രാവിലെയുള്ള ഇതാണ്. എത്ര ലേറ്റായാലും എഴുന്നേറ്റ് ഇതിനൊക്കെ ഇളക്കുന്നത്. പിന്നെ ചേമ്പ്, ഇന്നലെ വാജി വെച്ചെന്ന് ചേമ്പ് പറഞ്ഞില്ലേ, അതിൻ്റെ കണ്ട എടുത്തിട്ട് ഞാനിത് നട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ നട്ടു. എനിക്ക് നട്ടതിന് കാരണം എന്ന് വെച്ചാൽ ഇതിന് വെള്ളമൊഴിച്ച് ഇതിൻ്റെ തണ്ട് എനിക്ക് കറി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുളിങ്കറി ആയാലും
ഓലനായാലും അവിയലും എല്ലാത്തിലും ഞാനിടും. പിന്നെ വയലറ്റ് ചേമ്പ് എന്ന് പറയുന്നില്ലേ, അതിൻ്റെ അടിയിൽ നിന്ന് ചേമ്പൊക്കെ കുറവായിരുന്നു. പക്ഷേ എങ്കിലും എനിക്കിതിൻ്റെ ഈ തണ്ടെടുത്തിട്ട് കറി വയ്ക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ വെള്ളമൊഴിച്ച് ഇത്രയാക്കി. പിന്നെ അതുപോലെ എന്തുവാ ഇവിടെ പൊൻതകരാണെന്ന് പറയുന്നത്, ഇതൊരു ചീരയാണ്. ഇതിനും വെള്ളമൊഴിച്ച് ഇങ്ങനെ ആക്കി ഇടയ്ക്കിടയ്ക്ക് തോരൻ വയ്ക്കുക. പിന്നെ ഇല്ലേ ഈ കിഴങ്ങ്, ഈ മധുരക്കിഴങ്ങ്, അത് ഞാൻ സിമൻ്റ് അടിയിൽ ഹോളൊക്കെ ഇട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് ആക്കിയിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് എനിക്ക് സമയം അങ്ങോട്ട് പോകും. ഇതൊക്കെ ഇതുപോലെ ഇത് തള്ളത്തായിപ്പോയി ചീര. അത് ഞാൻ കുറച്ച് ഈ സിമൻ്റ് ചാക്കിൻ്റെ അകത്ത് ഇങ്ങനെ ചെറുങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിളിച്ച് വന്ന ചീരയാണ് നട്ടത്. പക്ഷെ അത് തള്ളത്ത് അധികം വെയിൽ കൊള്ളത്തില്ല, അതുകൊണ്ട് അതിന് കളറ് വന്നില്ല. എന്നാലും ഇപ്പം എൻ്റെ മക്കൾ ഉഷാറായി വരുന്നുണ്ട്, പക്ഷെ കളറില്ല. പിന്നെ ഇത് അവിടെ നിന്ന് മറ്റേ റംബൂട്ടാൻ, അതവിടെ നിന്ന് ഒരു തൈ അവിടെ ഞങ്ങൾക്ക് ഉണ്ട്, ഇല്ല ചെറിയൊരു മരം, അതിൽ നിന്ന് വേറെ ഒന്ന് ഞാൻ മാറ്റി നട്ടത്. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ നഴ്സറിയിൽ നിന്ന് വെച്ചതാണ് ഇത്, എന്താ പിലാത്തിച്ചക്ക, അത് നട്ടിട്ടുണ്ട്. ഇതൊരു 5 മാസമായി നട്ടിട്ട് വരുന്നുണ്ട്, അതൊക്കെ വെള്ളമൊഴിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഉണ്ട് ചുമന്ന പേരക്കയാണിത്. ഇതിലങ്ങനെ മറ്റേ സാധാരണ പേരൊക്കെ പിടിക്കുന്ന പോലെയൊന്നും പിടിക്കത്തില്ല. എന്നാലും പ്രാവശ്യം ഒരു പേരയ്ക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്, പൂ വന്നെങ്കിൽ വരുന്നുണ്ട് ഇടയ്ക്കിലൊക്കെ. സുഹൃത്തുക്കളെ, രാവിലത്തെ എൻ്റെ വിശേഷമാണിത്.